ഒരു നാടിന് പോലും ഇത്രയേറെ പവർ, ഒരു മണ്ണിന് പോലും ഇത്രയേറെ പവർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവർ എത്രയാണ്, ആ മുത്തുനബിയുടെ മഹത്വം എത്രയാണ്. ആ ഹബീബിനൊരു സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ ദറജയൊന്ന് ഉയരുകയാണ്. ആ ഹബീബിനൊന്ന് മദ്ഹ് പറഞ്ഞാൽ നമ്മുടെ സ്ഥാനം ഉയരുകയാണ്. അങ്ങനെ ഉയർന്നവരാണ് എല്ലാ ഔലിയാക്കളും, എല്ലാ മഹാന്മാരും. മഹാനായ ഖുത്ബുൽ ആലം സിഎം വലിയുല്ലാഹി തങ്ങളും ഉയർന്നതെങ്ങനെയാണ്? ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചിട്ടാണ്. ലോകത്തെ ഏറ്റവും വലിയ വലിയാരാണ്? മഹാനായ സിദ്ദീഖുൽ അക്ബറാണ്. എങ്ങനെയാണ് ആ പദവിയിലേക്ക് എത്തിയത്? ഏറ്റവും കൂടുതൽ മുത്തുനബിയെ സ്നേഹിച്ചത് കൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെക്കാളും എത്രയോ ഇബാദത്തെടുത്ത സ്വഹാബികളില്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ദീനിലേക്ക് വരുന്നത് തന്നെ 40-നോടടുത്ത വയസ്സിലാണ്. 63-ാമത്തെ വയസ്സിൽ അവിടുന്ന് വഫാത്തായി പോയി. 22-23 കൊല്ലമാണ് അവിടുന്ന് ജീവിച്ചത്. അതിൽ കേവലം ഒരു 20 മറ്റോ വർഷമാണ് നിസ്കാരം കിട്ടിയത്. അത്ര തന്നെ റമളാനാണ് അവിടുത്തേക്ക് കിട്ടിയത്. അത്ര തന്നെ ഹജ്ജാണ് അവിടുത്തേക്ക് കിട്ടിയത്. എന്നാൽ അതേ സ്വഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവോ, മഹാനവറുകൾ ജനിക്കുന്നത് തന്നെ മുസ്ലിമായിട്ടാണ്. ജീവിച്ചത് 110 വർഷമാണ്. 110 കൊല്ലം റമളാൻ കിട്ടി, 110 കൊല്ലം ലൈലത്തുൽ ഖദർ കിട്ടി, 110 കൊല്ലം എല്ലാ ഇബാദത്തും ചെയ്തു. പക്ഷേ ആ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മഹാനായ 20 കൊല്ലത്തിലെ മാത്രം ഇബാദത്തെടുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ എത്രയോ താഴെയാണ്. എന്താണ് കാരണം? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹൃദയം മുത്തുനബിയോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞതാണ്. മരിളൽ ഹബീബു ഫസുറുതുഹു വമരിൽതു ബിന്നളിരി ഇലൈ സുഫിയൽ ഹബീബു ഫസാറനി ഫസുഫീതു ബിന്നളിരി ഇലൈ. സിദ്ദീഖുൽ അക്ബറിന്റെ സ്നേഹം പറയാൻ ഇതിനേക്കാളും നല്ലൊരു വാക്കില്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞത് കണ്ടോ? എനിക്ക് രോഗം മഹാനായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരിക്കൽ പനി പിടിച്ചു. പനി പിടിച്ച് ക്ഷീണിച്ച തങ്ങളെ കാണാൻ ഞാൻ പോയി. ചെന്ന് നോക്കുമ്പോൾ ഹബീബിന് രോഗമാണ്. ആപ്പിൾ പഴം പോലെ തുടുത്ത മുത്തുനബിയുടെ കവിളിന് ക്ഷീണമാണ്. അവിടുന്ന് പനിച്ച് കിടക്കുകയാണ്. മുത്തുനബിയുടെ വിവർണമായ മുഖം കണ്ടപ്പോ എനിക്ക് പനി വന്നുപോയി. ഞാൻ എൻ്റെ വീട്ടിൽ പനിച്ച് കിടപ്പിലായി. സുഫിയൽ ഹബീബു ഫസാറനി ഫസുഫീതു ബിന്നളിരി ഇലൈ. തങ്ങളെ പനിയൊക്കെ മാറി, എൻ്റെ പനി മാറുന്നില്ല. തങ്ങളെ പനി കണ്ടിട്ട് പനി പിടിച്ച എൻ്റെ പനി മാറുന്നില്ല, ഞാൻ വീട്ടിൽ കിടപ്പിലായി. അങ്ങനെ മുത്തുനബിയുടെ രോഗമൊക്കെ മാറിയിട്ട് തങ്ങൾ എന്നെ കാണാൻ വന്നു. ഹബീബായ തങ്ങളുടെ രോഗം മാറിയ പുഞ്ചിരിക്കുന്ന മുഖമങ്ങ് കണ്ടപ്പോ എൻ്റെ പനിയൊക്കെ മാറി. ഫസുഫീതു ബിന്നളിരി ഇലൈ. തങ്ങളെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടപ്പോഴേക്ക് എൻ്റെ രോഗമൊക്കെ മാറി. ഇങ്ങനെ സ്നേഹിച്ചപ്പോ അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അല തഹ്ഖീഖ് അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫത്ത് സിദ്ദീഖ്, ലോകത്തെ 1-ാം നമ്പർ മനുഷ്യനായി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മാറി.